ഹലോ ഹായ്. ഞാനിന്നിവിടെ ഒരു കടച്ചക്ക കറി ഉണ്ടാക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ കടച്ചക്ക ഞാൻ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു. അത് നന്നായിട്ട് ഉപ്പ് വെള്ളത്തിലിട്ടിട്ടാണ് കഴുകിയെടുത്തത്. അപ്പോൾ എൻ്റെ കറയൊക്കെ പോയി കിട്ടി. ഇനി അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഞാൻ തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തു. വലിയ ജീരകവും ചെറിയുള്ളിയും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് തേങ്ങ വറുത്തെടുത്തത്. തേങ്ങ നന്നായി വറന്ന് കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിൽ ഞാൻ ലേശം മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം അതിലേക്കുള്ള കൂട്ട് തയ്യാറാക്കാം. ചെറിയുള്ളിയാണ് ഞാനിതിലെടുത്തത്. ഏകദേശം ഒരു 100 ഗ്രാമോളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വഴന്നു വന്നപ്പോൾ അതിലേക്ക് ഞാൻ തക്കാളി ചേർത്തു. അതും വഴന്നു വന്നപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്തതും പച്ചമുളക് കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തു. കടച്ചക്ക ഞാൻ ആദ്യം കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇത് ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഞാൻ ആ കടച്ചക്ക ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് ആ കടച്ചക്ക വേവിച്ച വെള്ളം കൂടി